നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന്. ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്ക്. ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ആന എഴുന്നള്ളിപ്പിലെ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ക്ഷേത്രാഘോഷങ്ങളിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിൽ ഇന്ന് പ്രതിഷേധം. വിമർശനങ്ങളുടെ കെട്ടഴിച്ച് CPM കൊല്ലം ജില്ലാ സമ്മേളനം. മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയ MV ഗോവിന്ദന്റെ നടപടി തെറ്റ്. AK ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടത്. പദവികൾ നൽകുന്നതിൽ പാർട്ടിക്ക് രണ്ട് നീതിയെന്നും പ്രതിനിധികൾ. വിഭാഗീയതയിൽ താളം തെറ്റി CPMന്റെ ഭവന പദ്ധതി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആലപ്പുഴയിലെ സഹോദരങ്ങൾ പെരുവഴിയിൽ. 6 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറി R നാസറാണ് വലിയ സമ്മേളനം നടത്തി വീടിന് തറക്കല്ലിട്ടത്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. കൂടുതൽ സമയം വേണമെന്ന പ്രോസിക്യൂഷൻ. നടൻ ദിലീപ് അടക്കം 9 പേരാണ് കേസിൽ പ്രതികൾ. സിറിയയിൽ വ്യോമാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. രാസായുധ കേന്ദ്രമടക്കം തകർത്ത സേന. സിറിയയിൽ നിന്ന് 75 ഭാരതീയരെ ഒഴിപ്പിച്ചു. ലബനനിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി വിദേശകാര്യ മന്ത്രാലയം. KPCCക്ക് തലവേദനയായി മാടായി കോളേജിലെ നിയമന വിവാദം. MK രാഘവൻ MPയോട് ഇടഞ്ഞ കണ്ണൂരിലെ കോൺഗ്രസ്. രാഘവനെതിരെ പരസ്യ പ്രതിഷേധത്തിന് പ്രവർത്തകർ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വമ്പന്മാർക്ക് ജയം. അറ്റ്ലാന്റയെ തോൽപ്പിച്ച റയൽ മാഡ്രിഡ്. ജിറോണയ്ക്കെതിരെ ലിവർപൂളിന് എതിരില്ലാത്ത ജയം. ഷാക്തറിനെ 1-5 ഗോളിന് തകർത്ത് ബയൺ മ്യൂണിക്. നമുക്ക് ആദ്യമേ സന്നിധാനത്ത് നിന്നുള്ള വാർത്തകളിലേക്കാണ് പോകേണ്ടത്. ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ശബരിമലയിൽ ഭക്തജന തിരക്കിൽ നേരിയ വർധനവ്. ഇന്നലെ 71,248 തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത്. 2000-ലധികം തീർത്ഥാടകർ എത്തിയത് പുൽമേട് വഴി. ഇനി വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൂട്ടൽ. സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, സ്വാമി ശരണം. എന്തായാലും തിരക്ക് ക്രമേണ വർദ്ധിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 71,000-ന് മുകളിലേക്ക് തിരക്ക് എത്തിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം, മണ്ഡലകാലം അടുക്കുന്നതോടുകൂടി തന്നെ ഇനി തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു പ്രവണത തന്നെയായിരിക്കും കാണുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ സന്നിധാനത്ത് ഭക്തരുടെ നീണ്ട നിര തന്നെയാണോ? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ദേവിക, സ്വാമി ശരണം. ശബരിമലയിൽ ഭക്തജനങ്ങളുടെ അളവിൽ കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 66,000 ആയിരുന്നുവെങ്കിൽ അത് ഇന്നലെ എത്തുന്ന സമയത്ത്
അതായത് ക്ലോസിംഗ് ടൈമിലാണ്, അത് 11 to 12 ഏറ്റവും അവസാനത്തെ ക്ലോസിംഗ് ടൈമിലാണ് 71,248 അയ്യപ്പ ഭക്തർ ശബരിമല ദർശനത്തിനായി അയ്യപ്പസ്വാമിയെ കാണാനായി എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറന്നതിന് മുതൽ ഏകദേശം 6 മണിയുടെ കണക്ക് പുറത്തു വരുമ്പോൾ തന്നെ ഏകദേശം 21,000-ൽ പരം അയ്യപ്പ ഭക്തർ ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 2,000-ൽ പരം അയ്യപ്പ ഭക്തർ എത്തുന്നത് പുൽമേട് വഴിയാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ശബരിഗിരി സന്നിധിയിലേക്ക് കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിന് വലിയ വർധനവുണ്ടാകുന്നു. ആദ്യ ദിനങ്ങളിലൊക്കെ തന്നെ 300-ഉം 500-ഉം ഒക്കെ ആയിരുന്നുവെങ്കിൽ അത് ക്രമേണ വർദ്ധിച്ച് 800-ഉം 1000-ഉം ഒക്കെ ആയി ഇപ്പോൾ 2,000-ലധികം അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് ഇനി അങ്ങോട്ട് മണ്ഡലകാലത്തിൻ്റെയാണ്, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ, ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മണ്ഡലകാലമാണ്. മണ്ഡലകാല പര്യവസാനത്തിലേക്ക് പോവുകയാണ്. 26-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നേരിയ വർധനവ് തന്നെയായിരിക്കും ശബരിഗിരീശനെ കാണുന്നതിലേക്ക് വേണ്ടി, പൊന്നയ്യനെ കാണുന്നതിലേക്ക് വേണ്ടി അയ്യപ്പ ഭക്തരെത്തുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകോവിലിന് മുമ്പിലായിട്ട് കൊടിമര ചുവട്ടിലാണ്. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ നേരിയ ഒരു ഭക്തജനത്തിന്റെ അളവ് ഫ്ലൈ ഓവറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ഒരു ഭക്തജനങ്ങളുടെ ഒരു നേരിയ തിരക്ക് അവിടെ ഈ ഫ്ലൈ ഓവറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 18-ാം പടിയൊക്കെ തന്നെ സാവധാനമാണ് അയ്യപ്പ ഭക്തർ കയറി വരുന്നത്. അവിടെ നിന്ന് ഫ്ലൈ ഓവറിലേക്ക് എത്തി ഇവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെയൊക്കെ നടന്നു വരുന്നതും സാവധാനമാണ് ഒരു അയ്യപ്പ ഭക്തർ മുകളിലൂടെ കടന്നു വരുന്നത്. ഇന്ന് കുറച്ചുകൂടി ഇന്നലത്തേനെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചുകൂടി അയ്യപ്പ ഭക്തർ ഫ്ലൈ ഓവറിൽ കാത്തു നിൽക്കുന്നുണ്ട് അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി. അല്പസമയം കൂടി കഴിയുമ്പോൾ 7:30യോടുകൂടി തന്നെ ഭഗവാന്റെ ആദ്യ പൂജ, ഉഷപൂജ ആരംഭിക്കുന്നുണ്ടാകും. ഉഷപൂജയ്ക്ക് ശേഷം ഈ വലിയ സോപാനത്തിൽ തന്നെ ഭഗവാന് വിഷ്ണുവിന് പത്മവിട്ട് പൂജയുണ്ടാകും. അതിനുശേഷം
പിന്നെ ഇവിടെ അല്ല കാഴ്ച തിരിച്ചു എത്ര ദൂരമുണ്ടോ? ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആനന്ദ് പുത്തൂർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ആനന്ദ്, ഇന്ന് ഏകാദശിയാണ്, രാവിലെ തന്നെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി. തീർച്ചയായിട്ടും, അതായത് കണ്ണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനമാണ്, ഗീതാോപദേശം നൽകിയ ദിനമാണ്. അപ്പോൾ എല്ലാം കൂടി ഏറ്റവും പ്രധാനപ്പെട്ട വൈകുണ്ഠ സന്നിധിയിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പാണ്. ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് എത്തിയതിനു ശേഷം തിരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് 9 മണിയോട് കൂടി തന്നെ ഈ തിരിച്ച് എഴുന്നള്ളിക്കും. അതിനുശേഷമായിരിക്കും കാഴ്ചശീവേലി. എന്തായാലും ഭക്തജന ലക്ഷങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ഈ സ്വർണ്ണക്കോലം വെച്ചിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പാണ്. സാധാരണ ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണമുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ ഒരാനയായിട്ടാണ് എഴുന്നള്ളത്ത് വരുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗുരുവായൂർ ഏകാദശിക്ക് ഇത്തവണ പൊതുവെ ജനറൽ ക്യൂവിനായിരിക്കും കൂടുതൽ പരിഗണന നൽകുന്നത്. രാവിലെ ഉച്ചയ്ക്ക് 2 മണി വരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് VIP ദർശനങ്ങളോ സ്പെഷ്യൽ ദർശനങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി മുഴുവൻ സമയവും നട തുറന്നിരിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ശങ്കരാചാര്യർക്കും വില്ലുമംഗലം സ്വാമിക്കും എല്ലാം ഭഗവാൻ വിശ്വരൂപ ദർശനം നൽകിയതും ഈ ഗുരുവായൂർ ഏകാദശി നാളിൽ തന്നെയാണെന്നാണ് വിശ്വാസം. എന്നാൽ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഗുരുവായൂരിൽ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 7 മണി മുതൽ തന്നെ ആധ്യാത്മിക ഹാളിൽ, അതായത് അല്പസമയത്തിന് മുമ്പ് തന്നെ ആധ്യാത്മിക ഹാളിൽ ഗീതാപാരായണം, ശ്രീമദ് ഗീതാപാരായണം ആരംഭിച്ചിട്ടുണ്ട്.
ഈ ഇന്നത്തെ ചുറ്റുവിളക്ക് ദേവസ്വത്തിന്റെ വകയാണ്. മാത്രമല്ല ഈ ഗുരുവായൂരിലെ ഒരു ഏകാദശി വ്രതം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വ്രതം എടുത്തില്ലെങ്കിൽ കൂടി അതിന് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്താൽ മതി എന്നുള്ള പോലുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ഏകാദശി വ്രതമാണ് ഗുരുവായൂരിലേത്. ഇത്തരത്തിൽ വ്രതം എടുക്കുന്നവർക്ക് വേണ്ടി ഗോതമ്പ് ചോറ്, കാളൻ, പുഴുക്ക്, ഗോതമ്പ് പായസം എന്നിവയുടെ പ്രത്യേകം സദ്യ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ നടക്കും. കിഴക്കേ നടയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദർശനത്തിനും പ്രസാദൂട്ടിനും പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകാദശിയോടനുബന്ധിച്ച് തന്നെ ഈ ചാവക്കാട് താലൂക്കിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് എല്ലാ സ്കൂളുകൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും എല്ലാം അവധിയാണ്. എന്നാലും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റിനകം തന്നെ ഈ ഒരു ഘോഷയാത്ര, അതായത് ഈ ഒരു എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തും. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. അതിനുശേഷമായിരിക്കും കാഴ്ച ശീവേലിയും തുടർന്നുള്ള ചടങ്ങുകളും. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടെ തന്നെ അക്ഷരശ്ലോക മത്സരമുണ്ട്, സുവർണ്ണമുദ്രയ്ക്കായുള്ള അക്ഷരശ്ലോക മത്സരമുണ്ട്. അപ്പോൾ ആ തലത്തിലേക്ക് വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ നിലയ്ക്കാത്ത ഒഴുക്ക് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്നത്. എന്തായാലും ഏറ്റവും വിശിഷ്ട ദിവസത്തിൽ, ഏറ്റവും വിശേഷപരമായിട്ടുള്ള ദിവസത്തിൽ കണ്ണനെ കാണാൻ, ഒരു നോക്ക് കണ്ട് മനം നിറയെ തൊഴാൻ എന്തായാലും ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഒഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ് രോഹിണി ഈ ഗുരുവായൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതെ, ആനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് ഭക്തലക്ഷങ്ങൾ തന്നെയാണ് എത്തുക. ആനന്ദ് സൂചിപ്പിച്ചതുപോലെ പുണ്യദിനമാണ് ഇന്ന്. പൂർണ്ണ ഉപവാസത്തിലായിരിക്കും ഭക്തർ. ഏറ്റവും അധികം ഭക്തർ ഭഗവാനെ കണ്ട് തൊഴുന്നതിനായി, ദർശനം നേടുന്നതിനായി എത്തുന്ന ദിവസം കൂടിയാണ്. രാവിലെ മുതൽ തന്നെ അതിൻ്റെ തിരക്ക് ആരംഭിച്ചുവോ? എത്ര സമയം വരെയാണ് ദർശനം? ഇന്ന് 3 മണിവരെ തുറന്നിരിക്കും നട എന്നാണ് അറിയാൻ കഴിയുന്നതും. പ്രധാനപ്പെട്ട ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഇന്നലെയും ഇന്നുമായി നട പൂർണ്ണ സമയം തുറന്നിരിക്കും. രാവിലെ 7 മണി മുതൽ തന്നെ ആധ്യാത്മിക ഹാളിൽ ഈ ശ്രീമദ് ഭാഗവത് പാരായണം, ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ശ്രീമദ് ഗീതാ പാരായണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സ്പെഷ്യൽ ദർശനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ടായിരിക്കില്ല. ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി തൊഴാനെത്തുന്ന ഭക്തർക്ക് തന്നെ ആയിരിക്കും, അതായത് ജനറൽ ക്യൂവിനായിരിക്കും പ്രഥമ പരിഗണനയുള്ളത്. മാത്രമല്ല ഈ ഏകാദശി ദിനത്തിൽ രാവിലെ 6 മണി മുതൽ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉച്ചയ്ക്ക് 2 മണി വരെ ജനറൽ ക്യൂ ഉണ്ട്. അതുപോലെ തന്നെ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഇന്നുണ്ടാവില്ല. തിരക്കുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ദേവസ്വം എടുത്തിരിക്കുന്നത്. 5 മണിയോട് കൂടെ തന്നെ, രാവിലെ 5 മണിയോട് കൂടെ തന്നെ പ്രാദേശികം, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ എന്നീ ക്യൂകൾ അവസാനിപ്പിച്ചിരുന്നു. ഈ നെയ്വിളക്ക് വഴിപാടുകാർക്കുള്ള ദർശന സൗകര്യം ഉണ്ടായിരിക്കും. എന്തായാലും ഈ ഉച്ചയോട് കൂടി തന്നെ ഈ അക്ഷരശ്ലോക മത്സരം, സുവർണ്ണമുദ്രയ്ക്കായുള്ള അക്ഷരശ്ലോക മത്സരം ഉണ്ടായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം കൂടിയാണ്. ക്ഷേത്രത്തിന്റെ ഏകാദശിയോടനുബന്ധിച്ച് തന്നെയാണ് ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അത് ദേവസ്വം കാര്യാലയത്തിൽ കുറൂരമ്മ ഹാളിലായിരിക്കും ഈ ചടങ്ങ് നടക്കുക, അതായത് ഈ മത്സരം നടക്കുക. രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾക്കുള്ള നേരത്തെ സൂചിപ്പിച്ച പ്രസാദ ഊട്ടുണ്ടായിരിക്കും. പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറിലടക്കം ഗോതമ്പ് ചോറും കാളനും എല്ലാം അടങ്ങുന്ന, പായസമെല്ലാം അടങ്ങുന്ന കണ്ണന്റെ പ്രസാദ വിതരണം ഉണ്ടായിരിക്കും. വ്രതമെടുത്തവർക്ക് തന്നെ ആയിരിക്കും പ്രഥമ പരിഗണനെങ്കിലും എല്ലാ ഭക്തർക്കും അതിനുള്ള പ്രസാദൂട്ടുള്ള സൗകര്യം എന്തായാലും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എഴുന്നള്ളത്ത്. അല്പസമയത്തിനകം തന്നെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തിക്കും. അവിടെ നിന്ന് ഈ എഴുന്നള്ളത്ത് തിരിച്ച് ഗുരുവായൂരിലേക്ക് ആരംഭിക്കും. തുടർന്ന് കാഴ്ച ശീവേലിയാണ്, പിന്നെ അകത്തുള്ള പൂജകളാണ് നടക്കുന്നത്. രോഹിണി, ശരി ആനന്ദ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ തുടരുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം.
ഇന്ന് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകരെല്ലാം വന്ന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂരിലെ ആണ്ടുവിശേഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഏകാദശി. വൃശ്ചികമാസ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂരിൽ ആഘോഷിക്കുന്നത്. കണ്ണനെ കാണാൻ ലക്ഷങ്ങളാണ് ഗുരുവായൂരിലേക്ക് എത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. താലക്കാർ രണ്ട് സൈഡായിട്ട് പോവാ. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ, ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ, താലപ്പൊലിയോടുകൂടി ദേവഗണങ്ങൾ ഇന്ന് എല്ലാവരും ഒരുമിക്കുന്ന അസുലഭം പുണ്യ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
പോകാറുണ്ടോ? വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ദിനമാണിന്ന്. നമ്മൾ കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിൻ്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു. ഇപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിനുള്ളിലേക്ക് എഴുന്നള്ളിപ്പ് കടന്നു കഴിഞ്ഞു. എന്തായാലും 9 മണിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് തിരികെ എത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് അവിടേക്ക് എത്താം. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കി വരേണ്ടതുണ്ട്. ഗീതാ ജയന്തി ദിനമായ ഇന്ന് ദക്ഷിണ ഗംഗ പമ്പ നദിയിൽ 1008 ദീപങ്ങളുടെ പമ്പ ആരതി നടക്കും. ഗംഗ ആരതിക്ക് സമാനമായ സമൂഹ ആരതിയാണ് ആറന്മുള സത്രക്കടവിൽ നടക്കുക. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 5 മണിക്ക് ഘോഷയാത്രയായി സത്രക്കടവിലേക്ക് ഭക്തജനങ്ങളെത്തി പമ്പ ആരതി നടത്തും. ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമൂഹാരതിയിൽ പങ്കെടുക്കും. വാരണാസിയിലും ഹരിദ്വാറിലും നടക്കുന്ന പവിത്രമായ ഗംഗ ആരതി. ഇതേ മാതൃകയിൽ പുണ്യനദിയായ പമ്പയിൽ ആരതി പൂജ നടത്തുകയാണ് ശ്രീ ആറന്മുള പമ്പ ആരതി സംഘാടക സമിതി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 5 മണിക്ക് ഭക്തജനങ്ങൾ ഘോഷയാത്രയായി ആരതി പൂജ നടക്കുന്ന സത്രക്കടവിലേക്ക് എത്തും. ദീപം തെളിയിച്ച് നാമാലപനം, വഞ്ചിപ്പാട്ട്, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ. 6 മണി മുതൽ പമ്പ പൂജയും 6:45 പമ്പ ആരതിയും നടക്കും. അപ്പോൾ ഇന്ന് ഭഗവത്ഗീത ജയന്തി ദിവസമായ ഇന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ 18 അധ്യായങ്ങൾ സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണം നടക്കുന്നു. അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൽ നിന്നും ഭദ്രദീപം കൊളുത്തി ഘോഷയാത്രയായിട്ട് നാമാലാപനത്തോടി വഞ്ചിപ്പാട്ടോടുകൂടി ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ക്ഷേത്രത്തിനെ വലം ചെയ്ത് പ്രദക്ഷിണം ചെയ്ത് സത്രക്കടവിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് നമ്മുടെ പമ്പ ആരതി ഉദ്ഘാടന സഭ നടക്കുന്നു. അതിനുശേഷം പമ്പ ആരതി ഇവിടെ ഒരു സമൂഹ ആരതിയായിട്ട് ഇപ്പോൾ പുരോഹിതന്മാർ നദീപൂജയായിട്ട് പമ്പാ നദിയെ പൂജിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പമ്പയിലുള്ള ദീപാരാധന പമ്പയോടുള്ള പ്രണാമമായിട്ട് സമർപ്പിക്കുന്നു. നാൽക്കാലിക്കൽ വിദ്യാനന്ദ ആശ്രമം മഠാധിപതി മാതാജി കൃഷ്ണാനന്ദ പൂർണിമാമയി, ചിന്മയ മിഷൻ യുവകേന്ദ്രം കേരള ഘടകം മുഖ്യ സംയോജകൻ സ്വാമി സുധീർ ചൈതന്യാജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിരുവാറന്മുള ക്ഷേത്രം മാതൃസമിതി, പള്ളിയുടെ സേവാ സംഘം, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാപരിഷത്ത് തുടങ്ങി വിവിധ ആധ്യാത്മിക സാംസ്കാരിക സമിതികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനം, പത്തനംതിട്ട. ക്ഷേത്രങ്ങളിലെ ആഘോഷ ചടങ്ങുകളിൽ പരമ്പരാഗതമായി സംസ്ഥാന പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിലനിൽക്കുന്നത് നിർത്തിവെക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ. ക്ഷേത്ര സംരക്ഷണ സമിതിയും ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധം തുടരും. ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, നമുക്കറിയാം കാലാകാലങ്ങളായി ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന പതിവുണ്ട്. പക്ഷേ അത് നിർത്തലാക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ആചാര ലംഘനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇന്ന് അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധ സംഗമം തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. മറ്റു വിവരങ്ങൾ. രോഹിണി, ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ. പ്രത്യേകിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയും ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് വൈകുന്നേരത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ ഈ ആചാരത്തിന് കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു ആചാരമാണ് ഇത്തരത്തിൽ ഗാർഡ് ഓഫ് ഓണർ, പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുക എന്നുള്ളത്. അത് സംസ്ഥാനത്ത് ഏതാണ്ട് 20ഓളം
ക്ഷേത്രങ്ങളിൽ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ആറാട്ടിന് ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എത്തുന്ന വേളയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ മറ്റ് ഒരു ദേവീ ക്ഷേത്രങ്ങളിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. മറ്റ് 20ഓളം ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഈ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഈ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നത്. അപ്പോൾ ഈ ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഇനി മുതൽ ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടതില്ല, അത്തരത്തിൽ ചടങ്ങുകൾ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ തുടരണമെങ്കിൽ അതിന് ക്ഷേത്രം പണമടയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവൊക്കെ ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് ലഭിച്ചത്. അപ്പോൾ പോലീസ് സേനയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിന്നിരുന്നു. കാരണം ഇത് നടപ്പാക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പണ്ട് രാജകുടുംബാംഗങ്ങൾ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ സർക്കാരിനെ കൈമാറിയ സമയത്ത് ആചാരങ്ങൾ അതേപടി സംരക്ഷിച്ചു പോകണം എന്നുള്ള ഒരു നിബന്ധനയുടെ പുറത്താണ് ഈ ക്ഷേത്രങ്ങൾ കൈമാറിയത്. ഇപ്പോൾ തീർത്തും ഏകപക്ഷീയമായി ഉള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കാലങ്ങളായി തുടർന്നു പോകുന്ന, നൂറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന, വർഷങ്ങളായി തുടർന്നു പോകുന്ന ഈ ഒരു ആചാരമാണ്. വളരെ പെട്ടെന്ന് ഒരു യോഗം ചേരുകയും ഇനി മുതൽ ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടതില്ല, അല്ലെങ്കിൽ ഇനി നൽകുകയാണെങ്കിൽ തന്നെ ക്ഷേത്രം പണം അടയ്ക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭിന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് നടപ്പാക്കണമോ, അല്ലെങ്കിൽ ഈ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകില്ലേ എന്നുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് ആചാരപരമായി തുടർന്നു പോകുന്ന കാര്യമാണ്. അതും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ അത് കൃത്യമായി തന്നെ ആറാട്ടിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നവഗ്രഹ ഘോഷയാത്ര വരുന്ന വേളയിലൊക്കെ തന്നെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാറുള്ളതാണ്. ഏതായാലും ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകും. മാത്രമല്ല ഹിന്ദു ഐക്യവേദിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമെന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. രശ്മി, എപ്പോഴായിരിക്കും ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടാവുക? ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി തുടരുന്ന ആചാരമാണ്. ഇത് നിർത്തലാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയല്ലേ ആരോപണം ഉയരുന്നത്? തീർച്ചയായും ഇത് നടപ്പിലാക്കുന്നതിന് പിന്നിൽ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വൈകുന്നേരത്തെ 5 മണിക്ക് കിഴക്കേ നടയ്ക്ക് മുന്നിലായിരിക്കും ഈ ഒരു പ്രതിഷേധം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക. ഇത് ഒരു സൂചന മാത്രമാണ്. ആദ്യ ദിവസത്തിലുള്ള ഈ ഒരു സമരം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നുള്ളത് ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും അറിയിച്ചിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഇതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ ഉള്ള ഒരു ചടങ്ങല്ല. ഇത് കാലങ്ങളായി നമുക്ക് ആ ഒരു ആറാട്ടൊക്കെ ചടങ്ങ് കാണുമ്പോൾ തന്നെ ആ ഗാർഡ് ഓഫ് ഓണർ ഒക്കെ അതിനൊരു പ്രൗഢിയാണ്. അത് കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു ആചാരമാണ്. മാത്രമല്ല രാജകുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രം സർക്കാരിന് കൈമാറുമ്പോഴുള്ള നിബന്ധന കൂടിയാണ്. ആചാരങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകരുത്, അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത്. അത് പലപ്പോഴും പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗം എന്നോണം ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പൊടുന്നനെ ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിലെ ചടങ്ങിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേരുകയും അതിനുശേഷം ഏകപക്ഷീയമായി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. അതിനുശേഷമാണ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾക്ക് ഈ ഉത്തരവ് കൈമാറുന്നത്. ഉത്തരവ് ലഭിച്ചപ്പോൾ തന്നെ പോലീസ് സേനയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിന്നിരുന്നു. ഇതെങ്ങനെ നടപ്പാക്കും എന്നുള്ളതായിരുന്നു ഒരു ആശയക്കുഴപ്പം. ഏതായാലും ഇത് തീർത്തും ഇത് നടപ്പാക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾ കടക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രോഹിണി. ശരി, ക്ഷേത്ര ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കും. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. അയലത്തെ കലാപം.
ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അലയടിച്ച് പ്രതിഷേധം. വിഷയത്തിൽ ഭാരതവും ഐക്യരാഷ്ട്രസഭയും ശക്തമായി ഇടപെടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അവകാശ സംരക്ഷണത്തിനായി സംസാരിച്ച ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ ജയിലിൽ തുടരുകയാണ്. രോഹിണി, നമുക്കറിയാം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം ഒരു കാടത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഹിന്ദു ഭവനങ്ങളിൽ കയറി കൊള്ളയടിക്കുക, അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുക, മാത്രവുമല്ല സൈന്യവും ബംഗ്ലാദേശിലെ സൈന്യവും ഇതിനൊപ്പം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇരട്ടത്താപ്പ് അവിടെ ആദ്യം തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലായിരിക്കുകയാണ്. ഈ യുനു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു നിലപാട് അതൊരിക്കലും തുടരാൻ പാടില്ലാത്ത ഒരു നിലപാട് തന്നെയാണ്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസം കൈലാഷ് സത്യാർത്ഥി അടക്കം രംഗത്തെത്തിയിരുന്നു. തന്നോടൊപ്പം തന്നെ നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിയ യുനു സർക്കാരാണോ ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അതിശയമാണ് ഒരു നൊബേൽ സമ്മാന ജേതാവ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ അദ്ദേഹം തന്നെ നയിക്കുന്ന ഒരു സർക്കാരാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണല്ലേ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നടക്കുന്നത്? എത്രത്തോളം വ്യാപകമാണ് പ്രതിഷേധം? ദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ ബംഗ്ലാദേശിലും ഒപ്പം ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇടക്കാല സർക്കാർ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ളതുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഡൽഹിയിൽ ബംഗ്ലാദേശ് കോൺസുലേറ്റിന് മുൻപിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. ജമ്മുവിൽ 10,000 പങ്കെടുത്ത പ്രതിഷേധ പ്രകടനമാണ് ഹൈന്ദവ സംഘടനകൾ നടത്തിയിട്ടുള്ളത്. അവിടെ മുഹമ്മദ് യൂനിസിന്റെ, നിലവിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഈ വിഷയത്തിൽ ഭാരതവും ഐക്യരാഷ്ട്രസഭയും ശക്തമായ ഇടപെടൽ നടത്തണമെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉറപ്പാക്കണം, അല്ലെങ്കിൽ അവ സംരക്ഷിക്കണം എന്നുള്ളതാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രൂരമായ അതിക്രമങ്ങളും വിവേചനങ്ങളും നടക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലി പോലും രാജിവെച്ചുകൊണ്ടും അവരുടെ വീടും സ്ഥലവും ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ധാക്ക ജില്ലയിലെ ഒരിടത്തും ചിറ്റഗോങ്ങിൽ 3 4 ക്ഷേത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഒരു കലാപത്തിന്റെ ഭാഗമായി തകർത്തിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയും തൊഴിൽ സമ്പന്നമായി ആരംഭിച്ച ഒരു പ്രതിഷേധമായിരുന്നു. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ തീവ്ര വിഭാഗമായിട്ടുള്ള സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി, ഹിന്ദു വംശഹത്യയായി ബംഗ്ലാദേശിൽ അലയടിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിക്രൂരമായ വിവേചനവും അതിക്രമവും ബംഗ്ലാദേശിന്റെ മണ്ണിൽ ന്യൂനപക്ഷങ്ങൾ നേരിട്ടു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതം അറിയിച്ചു. കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി നേരിട്ട് ബംഗ്ലാദേശിലെത്തുകയും അവിടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഈ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന വേളയിലും മുഹമ്മദ് യൂനുസ് സർക്കാർ അധികാരത്തിൽ വന്ന വേളയിൽ ആ സർക്കാരിന് ആശംസ അറിയിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തമാക്കിയത് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യമായിരുന്നു. അവിടെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ഹിന്ദുവും പാഴ്സിയും ജൈനും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം പാകിസ്ഥാന്റെ ഭാഗമായിരുന്നപ്പോൾ 28% മുകളിലുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ പിന്നീട് 18% ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം നടന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ഭൂപ്രദേശത്ത് 18% ഹിന്ദു ജനസംഖ്യ ഉണ്ടാകുകയും ഇപ്പോഴത് 7% എത്തി നിൽക്കുകയുമാണ്. അത്തരത്തിൽ കടുത്ത വിവേചനവും അതിക്രമവും നേരിട്ടുകൊണ്ട് ഒന്നുകിൽ പലായനം ചെയ്യപ്പെടുക, കൊല്ലപ്പെടുക, അതല്ലെങ്കിൽ മതം മാറിക്കൊണ്ട് അവിടെ ജീവിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് അവിടുത്തെ ഹിന്ദു എത്തുന്നു. അതിനെതിരെ ബംഗ്ലാദേശിന്റെ മണ്ണിലും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അവിടെ ഹൈന്ദവ സമൂഹം ധാക്ക ഉൾപ്പെടെ, തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെയുള്ളവർ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. അവർ വ്യക്തമാക്കുന്നത് ഈ സമയത്തിനി പ്രതിഷേധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ നയങ്ങളെ എതിർത്തില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ അടുത്തൊരു തലമുറ ഈ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തിലോ അടുത്തൊരു തലമുറ പോലും ബംഗ്ലാദേശിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രതിഷേധം അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഹൈന്ദവ സമൂഹം പ്രതിഷേധത്തിൽ
സമരത്തിനിറങ്ങുന്നത്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയപ്പോൾ ജയിലിൽ തുടരുകയാണ്. അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുകയും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിനാണ് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനാ ഹൈന്ദവ നേതാക്കളെ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി കോടതിയിൽ ഹാജരാകാനിരുന്ന അഭിഭാഷകന്റെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി ആക്രമിക്കുകയും ഗുരുതര പരിക്കുകളോടുകൂടി അഭിഭാഷകൻ ആശുപത്രിയിൽ ആവുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു അഭിഭാഷകൻ ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി ഹാജരാകാനില്ലാത്തതിനാൽ ആ കേസ് മാറ്റിവെക്കുകയും ഇപ്പോഴും ജയിലിൽ തുടരുകയുമാണ്. അത്തരത്തിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുകയും ബംഗ്ലാദേശ് ഒരു പൂർണ്ണ ഇസ്ലാമിക രാജ്യമായി മാറാനുള്ള അവരുടെ ഭരണഘടനയിൽ തന്നെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ബംഗ്ലാദേശിന്റെ മണ്ണിൽ അഴിഞ്ഞാടുന്നു. അതിന് കൃത്യമായ പിന്തുണ അല്ലെങ്കിൽ മൗനമായ പിന്തുണയാണ് നേരത്തെ ഇപ്പോൾ രോഹിണിയും ദേവികയും സൂചിപ്പിച്ചതുപോലെ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ തലപ്പത്തേക്ക് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിനെ എത്തിക്കുകയും സർക്കാർ ബംഗ്ലാദേശിൽ സമാധാനം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഷെയ്ഖ് ഹസീന സർക്കാർ ഇരുന്നതിന് സമയത്തേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ നടക്കുന്നത്. അതിന് മൗനസമ്മതം ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഭാരതം ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയിൽ ഭാരതം കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയേണ്ടത്. വ്യവസായ ഭീമൻ ജോർജ് സോറോസുമായുള്ള ബന്ധത്തിൽ മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം. ജോർജ് സോറോസ് ധനസഹായം നൽകുന്ന സംഘടനയുടെ കോ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ ആണെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതിന് കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, നമുക്കറിയാം ജോർജ് സോറോസ് കോൺഗ്രസ് ബന്ധം വലിയ വിവാദമായിരിക്കെ ഇതിൽ മറുപടി പറയാനാകാതെ ഉഴലുകയാണ് കോൺഗ്രസ്. എന്തായാലും ജോർജ് സോറോസ് വിഷയത്തിൽ മൗനം തുടരുമ്പോൾ തന്നെ ഇവരുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. സ്ഥിരമായി ഭാരതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജോർജ് സോറോസുമായി ബന്ധം വച്ച് പുലർത്തുന്നതിലൂടെ കോൺഗ്രസിനും അതേ സമീപനം തന്നെയാണെന്നാണ് BJP ആരോപിക്കുന്നത്. രോഹിണി, തീർച്ചയായും വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് ഈ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജോർജ് സോറസുമായുള്ള ബന്ധം അത് ആരോപണത്തിനപ്പുറത്തേക്ക് തെളിവുകൾ സഹിതം പുറത്തു വന്നതോടുകൂടി ഈ വിഷയത്തിൽ മറുപടി പറയാനോ ചർച്ചയ്ക്ക് പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള സോണിയയ്ക്ക് തന്നെ ജോർജ് സോറസുമായി നേരിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ സോറസ് ധനസഹായം ചെയ്യുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സോണിയയാണ് എന്ന വിവരങ്ങളും അതിന്റെ തെളിവുകളും റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ജോർജ് സോറസ് സാമ്പത്തികം നൽകുന്ന ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് സ്ഥാനമാണ് സോണിയ വഹിക്കുന്നത്. ജോർജ് സോറസ് സാമ്പത്തിക സഹായം നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഫൗണ്ടേഷൻ സോണിയ കോ പ്രസിഡന്റ് ആയിരിക്കുന്ന സോണിയാഗാന്ധി തലപ്പത്തിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ഭാരതത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം തകർന്നു എന്ന പ്രചാരണം നടത്തുകയും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും ഒപ്പം കശ്മീരിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ കശ്മീർ സ്വതന്ത്രമാക്കണമെന്ന പ്രചാരണം നടത്തുകയുമാണ് ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതായത് തുടർച്ചയായി ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സോണിയ കോ പ്രസിഡന്റ് ആയിട്ടുള്ള സോണിയ തലപ്പത്തിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ളത്. ആ ഫൗണ്ടേഷൻ ആകട്ടെ സാമ്പത്തിക സഹായം നൽകുന്നത് ജോർജ് സോറസ് ആണ്. ജോർജ് സോറസ് എന്ന അമേരിക്കൻ വ്യവസായ ഭീമന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഭാരതത്തിന്റെ സമ്പദ്ഘടന തകർക്കുന്നതിന് അതിൽ ഇടപെടുന്നതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം ഏത് സമയങ്ങളിലും ഭാരതത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അതിന് ഗൂഢാലോചന നടത്തുകയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനസഹായം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഫൗണ്ടേഷനാണ് ജോർജ് സോറസിന് നേതൃത്വം നൽകുന്നത്. അതിന് വിവിധ വിദേശ രാജ്യങ്ങളുടെ സഹായവും ജോർജ് സോറസിനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പകൽ പോലെ വ്യക്തമാണ്. ആ സാഹചര്യത്തിലാണ് ജോർജ് സോറസുമായി അല്ലെങ്കിൽ ജോർജ് സോറസ് സാമ്പത്തികം നൽകുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് സോണിയയാണെന്നും ആ സംഘടന തുടർച്ചയായി ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നെങ്കിലും പാർലമെന്റിൽ ഒരു നിമിഷം പോലും നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാതെ പാർലമെന്റ് തടസ്സപ്പെടുത്തി അതിന്റെ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ശ്രമിച്ചത്. അതിന് രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. BJP ആവശ്യപ്പെടുന്നത് ഭാരതവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും തുടർച്ചയായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് നിരുപാധികം മാപ്പ് പറയണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണവേ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയതും അത് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം നടത്തിവരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഭാരതത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് കിരൺ റിജിജുവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഈ ആരോപണവും അതിന് പിറകെ പുറത്തു വന്നിട്ടുള്ള തെളിവുകളും റിപ്പോർട്ടുകളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ ജോർജ് സോറസ് ധനസഹായം നൽകുന്നതും ആ ഫൗണ്ടേഷന്റെ തലപ്പത്ത് സോണിയ ഇരിക്കുന്നതും ആ ഫൗണ്ടേഷൻ തുടർച്ചയായി ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിൻ്റെയും തെളിവുകൾ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ ഒപ്പം പ്രതിപക്ഷ മുന്നണിയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം രൂപം കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ സോണിയയും രാഹുലും സ്വീകരിക്കുന്ന ഈ നയങ്ങൾക്കെതിരെ ചോദ്യം ഉയർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി രാഹുൽ നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് പണം നൽകിയിട്ടുള്ളതും ജോർജ് സോറസ് ആണെന്ന ആരോപണം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഭാരത് ജോഡോ യാത്രയിൽ സോറസുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. ഭാരത് ജോഡോ യാത്രയും ജോർജ് സോറസ് ഫണ്ടിംഗ് നൽകിയിട്ടുള്ള ജോർജ് സോറസിന്റെ പണം കൊണ്ടാണ് നടത്തിയതെന്ന ആരോപണവും പുറത്തുവരുന്നു. അതിന് പിറകെയായിരുന്നു രാഹുൽ വിദേശ വേദികളിൽ നിന്നുകൊണ്ട് വിവിധ യൂണിവേഴ്സിറ്റികളുടെ പരിപാടികളിൽ വിദേശ രാജ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പോലും ഭാരതത്തെ വിമർശിക്കുകയും ഭാരതത്തിന്റെ ജനാധിപത്യം തകർന്നു എന്ന പ്രചാരണം നടത്തിയത്. തീർച്ചയായും ജിഷ്ണു, അതുതന്നെയാണ് ഭാരതവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ജോർജ് സോറോസുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം. അതിൽ മൗനം തുടരുകയാണ് കോൺഗ്രസ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രോഹിണി, വളരെ സന്തോഷം തരുന്നൊരു കമൻറ്റ് വരുന്നുണ്ട്. ഭാരതീയ സംസ്കൃതി ആദരിക്കുന്ന ഏക മലയാളം ചാനൽ ജനം TV ആണെന്ന് ഹിലരി TM പറയുന്നുണ്ട്. വളരെയധികം നന്ദി ഹിലരി മാത്രവുമല്ല നിരവധി പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് എത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും ആശംസ പറയുന്നുണ്ട്, പ്രേക്ഷകർക്കെല്ലാം ആശംസ പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും പേര് എടുത്തു പറയാനുള്ള ഒരു സമയപരിമിതി കൊണ്ടാണ്. ഗുരുവായൂർ ഏകാദശി വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പാണ്. ഇപ്പോൾ തിരിച്ചെഴുന്നള്ളത്ത് നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി മറ്റ് വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. വിഭാഗീയതയിൽ താളം തെറ്റി CPMന്റെ ഭവന പദ്ധതി. അടിത്തറയ്ക്ക് മുകളിലേക്ക് വീട് ഉയരാഞ്ഞതോടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബം അന്തി ഉറങ്ങുന്നത് ബന്ധുവീടുകളിൽ. 6 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറി R. നാസറാണ് വലിയ സമ്മേളനം നടത്തി വീടിന് തറക്കല്ലിട്ടത്. പാർട്ടി അവരേതോ വലിപ്പത്തിന് വേണ്ടി പാർട്ടി ഇങ്ങനെ കാണിച്ചതാണ്. പാർട്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഇന്ന് വരെ അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പാർട്ടി നല്ലതായിരുന്നു. ഈ വീട് 5-8 വർഷത്തിന് മുൻപ് ഫൗണ്ടേഷൻ കിട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊരു വീട് ഷീറ്റെങ്കിലും മതിയായിരുന്നു. അങ്ങനെങ്കിലും കിട്ടിയില്ലല്ലോ. 6-7 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കും. എൻ്റെ മക്കൾ അവിടെ ഇവിടെ അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയാണ് അവരുടെ ജീവിതം. ഒരു കുഞ്ഞു പെങ്ങളുണ്ട് അവർക്ക്. അമ്മ അച്ഛനും ഇല്ലല്ലോ. അപ്പം ആ കുഞ്ഞു പെങ്ങൾക്കും എല്ലാവർക്കും ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അത് ഏത് വിധത്തിലെങ്കിലും നാട്ടുകാരുടെ പിരിവെടുത്താലും കുഴപ്പമില്ല, എൻ്റെ മക്കൾക്ക് വീട് കിട്ടണം. വീടെന്ന സ്വപ്നം ഇന്നും അന്യമായി ബന്ധുവീടുകളിൽ അഗതികളായി കഴിയാൻ വിധിക്കപ്പെട്ട സഹോദരങ്ങളോട് പാർട്ടി കാണിച്ച നെറിയേടിൽ നാട്ടുകാർക്കുള്ള പ്രതിഷേധമാണ് ശോഭ എന്ന വീട്ടമ്മയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പഞ്ചായത്തിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. മാതാപിതാക്കൾ മരണപ്പെട്ട് പുറക്കാട് 12-ാം വാർഡിൽ പള്ളിച്ചിറ വീട്ടിൽ മനു, മിഥിൻ, മേഘ എന്നിവർക്കായി വീട് നിർമ്മിച്ചു നൽകാനാണ് CPM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം 6 വർഷത്തിനിപ്പുറവും പാതി വഴി പോലും ആയിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. ഇങ്ങനെ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് പാർട്ടിക്കാർ വന്ന് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും പാർട്ടിക്കാരാണ്. പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പാർട്ടിക്കാർ വെച്ച് തരാം, അത് ഇന്ന് ചെയ്തു തരാം, നാളെ ചെയ്തു തരാം. ഓരോരുത്തരും LC സെക്രട്ടറി മാറുന്നു, അത് മാറുന്നു, ഇത് മാറുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവർ തരാമെന്ന് പറഞ്ഞു. നമ്മൾ അതും പ്രകാരം ഇത്തരത്തിൽ ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിനെ പറ്റിയ അനക്കോ ആവിയോ ഒല്ലാലും മറ്റു യാതൊരു കാര്യവും ഇല്ല. CPMനുള്ളിലെ വിഭാഗീയതയാണ് പാർട്ടി കുടുംബത്തോട് തന്നെയുള്ള ഈ ക്രൂരതയ്ക്ക് കാരണം. അമ്പലപ്പുഴയിലെ പാർട്ടി G. സുധാകരനിൽ നിന്നും H. സലാമിനും കൂട്ടർക്കും ഒപ്പമായതോടെയാണ് വീട് നിർമ്മാണം നിലച്ചത്. തോട്ടപ്പള്ളിയിലും CPMനുള്ളിൽ വിഭാഗീയത ശക്തമാണ്. വീട് നിർമ്മാണം CPM മറന്നതോടെ നാട്ടുകാർ പിരിവെടുത്തായാലും വീട് നിർമ്മിച്ചു നൽകുമെന്നും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നും പ്രദേശവാസികൾ പറയുന്നു. എൻ്റെ പേര് സ്മിത, ഞാൻ ഇവരുടെ അയൽക്കാരാണേ. ഇവർ കുഞ്ഞിലെ തൊട്ട് ഈ 3 മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ നോക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കരായ പിള്ളേരായിരുന്നു. അമ്മയും അച്ഛനും പോയി. ഈ ഒരു പെൺകുഞ്ഞാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഗുരുവായൂരിലേക്ക് എഴുന്നള്ളിപ്പ് എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ. എടപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള സദാനന്ദൻ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക. പുഷ്പ കാത്തു നിൽക്കുന്നു. എടപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള സദാനന്ദൻ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക. പുഷ്പ കാത്തു നിൽക്കുന്നു. വണ്ടാഴി പുല്ലമ്പാടത്ത് നിന്ന് വന്നിട്ടുള്ള സുഭദ്ര, കൽപ്പകം എന്നിവർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക. വസന്ത, സെമന്തകം എന്നിവർ കാത്തു നിൽക്കുന്നു. വണ്ടാഴി പുല്ലമ്പാടത്ത് നിന്ന് വന്നിട്ടുള്ള സുഭദ്ര, കൽപ്പകം എന്നിവർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക. വസന്ത, സെമന്തകം എന്നിവർ കാത്തു നിൽക്കുന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഗുരുവായൂരിലേക്കുള്ള എഴുന്നള്ളത്ത് പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ആദ്യം
ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് ഭഗവാൻ എഴുന്നള്ളിയത്. തിരികെ ഇപ്പോൾ തിരിച്ചെഴുന്നള്ളത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി മറ്റ് എന്തൊക്കെ ചടങ്ങുകളാണ്? ഭക്തലക്ഷങ്ങൾ ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണോ ഈ പുണ്യ ദിനത്തിൽ? തീർച്ചയായിട്ടും രോഹിണി, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇവിടെ മാത്രമല്ല ഈ 4 നടകളുണ്ട്. ചില ക്യൂകൾ ഈ ബസ് സ്റ്റാൻഡിന് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന്. എന്തായാലും കിഴക്കേ നടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓരോ നിമിഷം കഴിയും തോറും ഭക്തജനങ്ങൾ ഒഴുകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് ക്ഷേത്രത്തിലേക്ക്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് സ്വർണ്ണക്കോലത്തിൽ ഭഗവാൻ എഴുന്നള്ളുന്നതാണ്. അതായത് ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ആളുകളെ കാണാൻ വേണ്ടി ഭഗവാൻ എഴുന്നള്ളുന്നു എന്നുള്ളതാണ് അതിനൊരു ഐതിഹ്യം. അതുപോലെ തന്നെ ഇന്ന് ഗീതാദിനം കൂടിയാണ്. അതായത് ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, നേരത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് തന്നെ അതിനോടനുബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ആ ഒരു ആചാരത്തിൻ്റെ ഒരു ചരിത്രം കൂടി ഈ ഒരു എഴുന്നള്ളത്തിന് പിന്നിലുണ്ട്. എന്തായാലും ഈ പാർത്ഥസാരഥിയിൽ പോയി പാർത്ഥസാരഥിയെ കണ്ട് തിരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അകത്തെ ചടങ്ങുകളാണ്. കാഴ്ചശീവേലി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 7 മണിയോട് കൂടി തന്നെ ഈ ശ്രീമദ് ഭാഗവത് പാരായണം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി വ്രതമെടുത്ത് വരുന്നവർക്കുള്ള അന്നദാനമാണ്. അതെല്ലാം അകത്തെ ചടങ്ങുകളാണ്. വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ആഘോഷങ്ങൾ വിപുലമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. ചുറ്റുവിളക്കുണ്ട്. മറ്റൊരു കാര്യം, ഉദയാസ്തമന പൂജ ഒഴിവാക്കി എന്നുള്ളത് മാറ്റി തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയാണ് ഓരോ നിമിഷം കഴിയുന്നതോറും ഗുരുവായൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്, ഗുരുവായൂരിലെത്തിയിരിക്കുകയാണ് എഴുന്നള്ളിപ്പ്. എന്തായാലും ഇന്ന് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതകളുള്ള ദിവസം തന്നെയാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആനന്ദപുത്തൂർ അവിടെ നിന്ന് ഇനി വരുന്ന മണിക്കൂറുകളിലും ചേരുന്നതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയിലേക്കാണ്. വിഭാഗീയതയിൽ താളം തെറ്റി CPM-ന്റെ ഭവന പദ്ധതി. അടിത്തറയ്ക്ക് മുകളിലേക്ക് വീട് ഉയരാഞ്ഞതോടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബം അന്തി ഉറങ്ങുന്നത് ബന്ധുവീടുകളിലാണ്. 6 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറി R. നാസറാണ് വലിയ സമ്മേളനം നടത്തി വീടിന് തറക്കല്ലിട്ടത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ആ ദൃശ്യങ്ങളെല്ലാം വളരെയധികം ഹൃദയഭേദകമാണ്. കാരണം ഒരു കുടുംബം, നിർധന കുടുംബത്തിന് അവർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് തറക്കല്ലിടുകയും പക്ഷേ അതിന് തുടർച്ചയായി യാതൊരുവിധ നടപടികളും ആ ഒരു വിഷയത്തിൽ എടുക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ ബന്ധുവീടുകളിൽ അന്തി ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണക്കാർ ആരൊക്കെയാണ്? ദേവിക, ഇത് CPM-ലെ വിഭാഗീയതയാണ് ഇത്തരം ഒരു പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കാൻ ഇടയാക്കിയത്. CPM സംസ്ഥാന കമ്മിറ്റിയാണ് നിർദ്ദേശം നൽകിയത്. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ലോക്കൽ കമ്മിറ്റികളും നിർധന കുടുംബങ്ങൾക്ക് ഓരോ വീട് വെച്ച് നിർമ്മിച്ച് നൽകണമെന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഇത്തരം ഒരു കുടുംബത്തെ കണ്ടെത്തുകയും അതും പാർട്ടി കുടുംബമാണ്. ഈ കുട്ടികളുടെ മാതൃ സഹോദരന്മാരൊക്കെ തന്നെ പാർട്ടി അംഗങ്ങളുമാണ്. അത്തരം ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്തു. എന്നാൽ അതിനുശേഷം പാർട്ടിയിൽ വിഭാഗീയത ശക്തമാവുകയും ഈ LC സെക്രട്ടറി മാറ്റപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വന്ന LC സെക്രട്ടറിയും ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരും പാർട്ടി നേതൃത്വവും എല്ലാം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണം പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വന്നതോടെ ഒരു കുറ്റവും ചെയ്യാത്ത ഈ 3 പേർ, 3 മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 സഹോദരങ്ങൾ, അവർ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാഞ്ഞതോടെ വിവിധ വീടുകൾ, അതും ബന്ധു വീടുകളിലൊക്കെ തന്നെ അന്തി ഉറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നു. അവർക്ക് ഒന്ന് വിശ്രമിക്കാനോ ഇല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനോ ഉള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതെയാവുന്നു. ഇത് നിഷേധിക്കപ്പെടാനുള്ള പ്രധാന കാരണം CPM-ലെ വിഭാഗീയത തന്നെയാണ്. 6 വർഷത്തിലധികമായിട്ടും ആ ഒരു ചെറിയ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, അമ്പലപ്പുഴയിലെ പാർട്ടി ശക്തി കേന്ദ്രമാണ്. എന്നാൽ പാർട്ടി വിഭാഗീയതയും വളരെ ശക്തമായ ഒരു പ്രദേശം കൂടിയാണ്. ഇത് തോട്ടപ്പള്ളി മേഖലയിലായാലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ആയാലും വലിയ രീതിയിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നു. അതിൻ്റെ ബലിയാടുകളാക്കപ്പെട്ടത് ഈ 3 കുട്ടികളാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവർക്ക് ഇന്നും കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അലയുന്ന ഒരു സാഹചര്യം പാർട്ടി വരുത്തി വെച്ചു എന്നത് തന്നെയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ വന്ന് വളരെ കൂടുതൽ 350-ലധികം ആൾക്കാരെ വിളിച്ചു ചേർത്ത യോഗം കൂടി, സമ്മേളനം കൂടിയാണ് ഇതിൻ്റെ തറക്കല്ലിടിയിലും മറ്റും നടത്തിയത്. വലിയ ആഘോഷമായി നടത്തി. ഇതിൻ്റെ CPM-ന്റെ സമീപവാസികൾക്കെല്ലാം തന്നെ കടുത്ത അമർഷമാണുള്ളത്. കാരണം അവരുടെ കൺമുമ്പിൽ വളരുന്ന ഈ കുട്ടികൾ, അവരുടെ ദയനീയ അവസ്ഥ എന്നും കാണുന്നവരാണ് അവിടുത്തെ വീട്ടമ്മമാരടക്കമുള്ളവർ. അവരുടെ പ്രതികരണങ്ങളാണ് നമുക്ക് നൽകാൻ കഴിഞ്ഞത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇനിയും ആരെങ്കിലും ഒരു സുമനസ് കാട്ടി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രതീക്ഷ മാത്രമാണ് നിലനിൽക്കുന്നത്. അതിന് തങ്ങളാൽ
അവരാലാവുന്ന സഹായം ചെയ്യാൻ ഈ പ്രദേശവാസികളായ വീട്ടമ്മമാരും തയ്യാറാണെന്നതാണ് നമ്മളോട് പങ്കുവെച്ച വിവരം. എന്തു തന്നെയായാലും പാർട്ടി നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടതാണ്. കാരണം പാർട്ടി ഇത്തരമൊരു വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയത് കൊണ്ട് തന്നെ മറ്റ് പഞ്ചായത്തുകളിലൂടെയും മറ്റ് നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയിലേക്കോ ഒന്നും തന്നെ ഇവർ പരിഗണിക്കപ്പെട്ടിട്ടുമില്ല. അവർക്ക് എല്ലാവിധ അവകാശങ്ങളും ഒരു വീട് നിർമ്മിച്ച് ലഭിക്കാൻ ഉള്ളതാണെങ്കിൽ പോലും അവർക്ക് അത് ഒരു തരത്തിലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ പാർട്ടി സൃഷ്ടിച്ചിട്ടുള്ളതും. ദേവിക, സുധീഷ്, അതോടൊപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാർ പിരിവെടുത്ത് ഈ നിർധന കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കുന്നതായിരിക്കും ഈ CPMന്റെ ഭവന പദ്ധതിയിലൂടെ. ഇനി അവർക്ക് വീട് കിട്ടിയില്ലെങ്കിൽ എന്ന് പോലും അവർ പറയുന്നുണ്ടല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം 6 വർഷം മുമ്പ് വലിയ ആഘോഷമായി തറക്കല്ലിടിയിലും എല്ലാം നടത്തിയതിനു ശേഷം അതിൻ്റെ നിർമ്മാണം അവിടുത്തെ പാർട്ടി വിഭാഗീയത ശക്തമായണക്കെ തീർത്തും ഉപേക്ഷിച്ച മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ കുടുംബം, ആ കുട്ടികൾ കുറെ കൂടെ വളർന്നു, അവർക്കെന്നാൽ കയറി കിടക്കാൻ ഒരു ഇടമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അത് വലിയ രീതിയിൽ ആ പ്രദേശവാസികളെയും അസ്വസ്ഥരാക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ അവരാലാവുന്നത്, പ്രദേശവാസികൾക്ക് ചെയ്യാനാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം ഒരു വീട് നിർമ്മിച്ച് നൽകാൻ എന്നവർ പറയുന്നു. എന്നാൽ പോലും ഒരു വീടിൻ്റെ നിർമ്മാണം അവിടെ ഏറ്റവും കൂടുതലും കഴിയുന്നത് കർഷക തൊഴിലാളി കുടുംബങ്ങളും മറ്റുമാണ്. ഈ കുടുംബവും കർഷക തൊഴിലാളി കുടുംബമാണ്. അവർ ഒരു പാടത്തിന് ചേർന്ന്, അതിൻ്റെ റോഡിനോട് ചേർന്ന ഭാഗം നികത്തിയാണ് ഇത്തരമൊരു വീട് നിർമ്മാണം ആരംഭിച്ചത്. അത്തരമൊരു ഘട്ടത്തിൽ അവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ മറ്റുള്ളവരുടെ കൂടി ഒരു സഹായം ലഭിച്ചാൽ അത് പൂർത്തീകരിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ G. സുധാകരന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പാർട്ടി പോയിരുന്ന ഒരു ഘട്ടമുണ്ട്. അതിൽ നിന്നും മറ്റ് ആൾക്കാർ ആ പാർട്ടിയിലെ സ്വാധീനം ഇല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് പാർട്ടി വിഭാഗീയതയുടെ പേരിലാണെങ്കിലും ഇത്തരം ഒരു ക്രൂരതയിലേക്ക് പോകുന്നത്. മറ്റ് ഏതൊരു മനുഷ്യത്വമുള്ള ഏതൊരാൾ പാർട്ടിയെ നയിച്ചാലും ഇത്തരത്തിൽ ഒരു നിർധന കുടുംബത്തെ ഇത്രയേറെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തു തന്നെയായാലും ഇവിടുത്തെ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാർക്ക് പാർട്ടിയോടക്കമുണ്ട്, പാർട്ടി നേതൃത്വത്തോടുണ്ട്. അത് തിരുത്താൻ പാർട്ടി തയ്യാറാകാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് അവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാൻ ബാക്കിയുള്ളവർ കൂടി സഹകരിച്ച് ആരെങ്കിലും നേതൃത്വം നൽകി ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകണം എന്ന അഭിപ്രായം നാട്ടുകാർ എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതിനിനിയും എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ നമ്മളുടെ ഈ വാർത്ത കണ്ടിട്ടാണെങ്കിൽ പോലും അത്തരം ഒരു സഹായം ഇല്ലെങ്കിൽ ഒരു ആരെങ്കിലും അതിന് മുന്നിട്ടിറങ്ങും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ കുടുംബത്തിനുമുള്ളത്. ദേവിക, ശരി. രോഹിണി, നമുക്കറിയാം ഈ CPMന്റെ ഭിന്നത കാരണം നിർധന കുടുംബത്തിന് ഇങ്ങനെ വീടില്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി ജനങ്ങൾ കരുതേണ്ടത് എന്താണ്? CPMലെ നേതാക്കന്മാർ ഒരുമിച്ച് നിന്നാലേ തങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണല്ലേ? മറ്റൊരു വാർത്തയിലേക്ക് പോകാം. 5 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാതെ സംസ്ഥാന സർക്കാർ തുടർച്ചയായ 2 മാസം ഓരോ മാസത്തെ പെൻഷൻ വീതം നൽകിയെങ്കിലും മുൻ മാസങ്ങളിലെ പെൻഷൻ നൽകുന്നത് ധനവകുപ്പിന് അധിക ബാധ്യത എന്ന വിലയിരുത്തൽ. നടപ്പ് സാമ്പത്തിക വർഷം പെൻഷൻ നൽകാനായി തുക കടമെടുക്കാൻ കഴിയില്ല എന്നും സർക്കാർ. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, നമുക്കറിയാം സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. അതിനിടയിൽ ഈ ക്ഷേമ പെൻഷൻ അടക്കം മാസങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാഴ്ച. പക്ഷേ ഇപ്പോൾ ഇത് ഇനി മുന്നോട്ട് പോകാനാകാത്ത വിധമുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ സർക്കാർ ഇനി എന്ത് നിലപാടായിരിക്കും തുടർന്ന് സ്വീകരിക്കുക? രോഹിണി, ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ വിഷയം നമ്മളിത് ആദ്യമായല്ല ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തുന്നത് ഒരു പതിവായിട്ടുള്ള കാര്യമാണ്. അത് മാസങ്ങളോളമാണ് കുടിശ്ശിക. മറ്റ് പല കാര്യങ്ങൾക്കും അനാവശ്യമായി സർക്കാർ പണം ചിലവഴിക്കുന്നു, ധൂർത്ത് നടത്തുന്നു. പക്ഷേ ഏറ്റവും ആവശ്യപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത്തരത്തിൽ പണം നൽകാത്ത ഒരു സാഹചര്യം. അതായത് സാധാരണക്കാർക്ക് നൽകുന്ന പെൻഷൻ, KSRTC ജീവനക്കാരുടെ ശമ്പളം, സപ്ലൈകോ വില വർധനവ്, ഇത്തരത്തിൽ സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഈ മാസങ്ങളോളം 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത്. ഇതിൽ 64 ലക്ഷം ഉപഭോക്താക്കൾക്ക് പെൻഷൻ തുക നൽകണമെങ്കിൽ 900 കോടിയോളം രൂപയാണ് ഓരോ മാസവും വേണ്ടിവരിക. ഇപ്പോൾ 5 മാസത്തെ തുകയാണ് കുടിശ്ശിക ഇനത്തിലുള്ളത്. ഇത് നൽകി തീർക്കണമെങ്കിൽ ഏതാണ്ട് 4500ഓളം കോടി രൂപ ആവശ്യമുണ്ട്. ഇനി ഈ പുതിയ വർഷത്തിൽ കടമെടുക്കാനും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഹഡ്കോയിൽ നിന്നുൾപ്പെടെ കടമെടുക്കാൻ സാധിക്കുന്ന അതിന്റെ പരിധി ഉൾപ്പെടെ കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കടമെടുക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി ഈ കടം എടുത്ത്
ഇത്തരത്തിൽ അതായത് കുറച്ച് മാസങ്ങൾ കൂടുമ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും. അതാണ് സാധാരണ ഇപ്പോൾ ധനവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാർ യഥേഷ്ടം പണം ചിലവഴിക്കുന്നു. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ, KSRTC ജീവനക്കാരുടെ ശമ്പളം, സപ്ലൈകോ, ആരോഗ്യമേഖലയിൽ പാവപ്പെട്ടവർക്ക് സഹായകരമായിട്ടുള്ള പദ്ധതി, ഇതിനൊന്നും തന്നെ സർക്കാർ പണം അനുവദിക്കുന്നതുമില്ല. രോഹിണി. അതെ, അതുമാത്രമല്ല രശ്മി, നമുക്കറിയാം ധൂർത്ത് ഇങ്ങനെ ഒരു വശത്ത് തുടരുന്നുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ നൽകാതിരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരിന് നേട്ടമുണ്ടാകേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അപ്പോഴേക്കും പെട്ടെന്ന് ഈ കുടിശ്ശിക ഒരു മാസത്തത് നൽകി ഇവരെ ഒന്ന് ഇവരുടെ സമവായത്തിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നു എന്ന് മാത്രമാണ്. അല്ലാതെ അശരണർക്ക് കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുക എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ കടക്കുന്നതേ ഇല്ല. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തുടർ നടപടികളിലേക്കും കടക്കുന്നില്ല. ഇനിയിപ്പോൾ കടം കൂടി എടുക്കാനാകാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്, സാമൂഹ്യ ക്ഷേമ പെൻഷൻ എങ്ങനെ നൽകും എന്നുള്ളത്. ൊരു സംശയമായി നിലനിൽക്കുകയാണ്. വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുക, പ്രതിഷേധം ഉയരുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക. ഈ ഒരു ഘട്ടത്തിലാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുക, അല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലമായി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി കുറെ നാളത്തെ കുടിശ്ശിക ഇരിക്കുമ്പോൾ 1-2 മാസത്തെ കുടിശ്ശിക നൽകി തൽക്കാലത്തേക്ക് ആ ഒരു പ്രതിഷേധം തണുപ്പിക്കുക. ഇതാണ് സർക്കാർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനമന്ത്രി തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്ലാൻ ബി എന്നുള്ളത്. പക്ഷേ ഇതുവരെ ആ പ്ലാൻ ബി എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. ഈ ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തുന്നതും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ അതേസമയം തന്നെ ഈ അടുത്ത പെൻഷൻ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ അതും കൂടുതലായി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി കൂടുതൽ കടമെടുക്കാൻ, പുതിയ സാമ്പത്തിക വർഷത്തിൽ ഹഡ്കോയിൽ നിന്നുൾപ്പെടെ കടമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ധനവകുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്രയും കോടി രൂപ ക്ഷേമ പെൻഷൻ നൽകി 5 മാസത്തെ കുടിശ്ശിക നൽകി തീർക്കണമെങ്കിൽ അത്രത്തോളം തുക വേണ്ടിവരും. ഇത് എവിടെ നിന്ന് സമാഹരിക്കും എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ രീതിയിൽ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഇത് ക്ഷേമ പെൻഷന്റെ കാര്യം മാത്രമല്ല, സംസ്ഥാനത്ത് മറ്റ് പല പദ്ധതികളും, അത് സാധാരണക്കാർക്ക് ആശ്രയകരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും, ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, അവർക്ക് ഏറ്റവും പാവപ്പെട്ട BPLകാർക്ക് ഉൾപ്പെടെ സഹായകരമായിട്ടുള്ള പല പദ്ധതി, അതോടൊപ്പം തന്നെ സപ്ലൈകോയിലെ സാധനങ്ങളുടെ വിലവർദ്ധനവ്, പൊതുവിപണിയിൽ ഇത്രത്തോളം വില വർദ്ധിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇടപെടാത്ത ഒരു സാഹചര്യം, KSRTC ജീവനക്കാർക്ക് ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു. അത്തരത്തിൽ തദ്ദേശ വകുപ്പിനുൾപ്പെടെ പണം നൽകുന്നില്ല. പലതരത്തിൽ, അതായത് മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടതുണ്ട്. അതിന് തദ്ദേശ വകുപ്പിന് പണം നൽകുന്നില്ല. ഇത്തരത്തിൽ പണം നൽകാത്തത് കാരണം മിക്ക പദ്ധതികളും സംസ്ഥാനത്ത് ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇനി കടമെടുക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഇത്രയും തുക എവിടെ നിന്നും സമാഹരിക്കുമെന്നും അറിയില്ല. ഇനി പുതിയ വർഷത്തിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാരിന്റെ ഈ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം. അതെ, ശരി രശ്മി. എന്തായാലും ഇനി തുക കടമെടുക്കാനാകാതെ ധനവകുപ്പ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയില്ല, അത് മുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് രശ്മി കാർത്തിക പറയുന്നത്. ഇനി കൊച്ചിയിലേക്ക് പോകുമ്പോൾ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. നടൻ ദിലീപ് അടക്കം 9 പേരാണ് പ്രതികൾ. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ദിലീപ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് പൾസർ സുനിയും സംഘവും നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തി ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ്. 2017 ഫെബ്രുവരി 17 രാത്രിയായിരുന്നു സംഭവം. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സുധീഷ്, ഇന്ന് നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വിശദാംശങ്ങളും കൂടി. ദേവിക, 2018 ഇതിന്റെ വിചാരണ ആരംഭിക്കുന്നത്. ഇപ്പോൾ അതിന്റെ അന്തിമ വാദത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ 2 ആഴ്ച പ്രോസിക്യൂഷന്റെ വാദമാകും. അതിനുശേഷം പ്രതിഭാഗ അഭിഭാഷകന്റെ വാദവും നടക്കും. അതിനുശേഷം ജനുവരി പകുതിയോടുകൂടി വിധി പ്രസ്താവം ഉണ്ടാവും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ് അടക്കം 9 ദിലീപിനെതിരായ കേസ്, ഇതിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഇതിലെ ഏറ്റവും പ്രധാന തെളിവായ ഈ
പീഡനം നടത്തുന്നതിന്റെ വേളയിൽ ഇതിലെ ഏറ്റവും പ്രധാന തെളിവായ ഈ പീഡനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അത് നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീതി തേടി ഈ അതിജീവത ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ ജുഡീഷ്യറി ഉൾപ്പെടെ ഇതിൽ വീഴ്ച വരുത്തി പോലീസ് ഉദ്യോഗസ്ഥരടക്കം വീഴ്ച വരുത്തി ഇത് വകുപ്പ് തല നടപടി എടുത്ത് ഒതുക്കാനുള്ള നീക്കം നടക്കുന്നു. ഇതിൽ കൃത്യമായും ശിക്ഷിക്കപ്പെടണം എന്ന ഒരു ആവശ്യമാണ് നടി മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളും സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടും ഒരു നടപടി ഉണ്ടായില്ലെന്നുള്ള പരാതിയും നടിയുടെ നിലനിൽക്കുമ്പോഴാണ് ഈ കേസിന്റെ അന്തിമ വാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇത് മറ്റു വൈരാഗ്യത്തിന് പ്രതികാരം വീട്ടുന്നതിന്റെ ഭാഗമായി ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി കൊട്ടേഷൻ നൽകി എന്നതാണ് കേസ്. ആ കൊട്ടേഷൻ പ്രകാരമാണ് പൾസർ സുനി ബലാത്സംഗം നടത്തിയത് എന്നതാണ് കേസിൽ പറയുന്നത്. ഇതിന്റെ അന്തിമ വാദം പൂർത്തിയാക്കി ജനുവരി പകുതിയോടെ വിധി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ശരി, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വാദം ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. നടൻ ദിലീപ് അടക്കം 9 പേരാണ് പ്രതികൾ. അതോടൊപ്പം നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകിയ അതിജീവിത വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയെന്ന ആരോപണത്തിലാണ് ഹർജി. ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീലേഖ ആരോപണം ഉന്നയിച്ചത് എന്നാണ് അതിജീവിതയുടെ പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. മൊഴി നൽകിയവർക്ക് ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങളിൽ നടപടി സ്വീകരിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. നോഡൽ ഓഫീസറിനെ നിയോഗിച്ചത് സംബന്ധിച്ച് SIT ഹൈക്കോടതിയെ അറിയിക്കും. കൂടാതെ ഹേമ കമ്മിറ്റി രൂപീകരണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയേക്കും. മാടായി കോളേജ് വിവാദത്തിൽ പാർട്ടി നടപടിക്ക് വിധേയരായവർ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്താനെത്തി. പ്രതിഷേധത്തിന്റെ പേരിൽ സസ്പെൻഷനിലായവരാണ് കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. കണ്ണൂർ ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, MK രാഘവൻ MPക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പക്ഷേ ഇപ്പോൾ ആ നടപടിയിൽ സസ്പെൻഷൻ നേരിട്ടവർ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, കണ്ണൂർ ഗസ്റ്റ് ഹൗസിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ കാണാനായി മാടായി പയ്യന്നൂർ ഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തിയിരിക്കുന്നത്. ഈ MK രാഘവനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ സസ്പെൻഷൻ നടപടി നേരിട്ട ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ KP ശശി അടക്കമുള്ള ആളുകളുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ ഒരു ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ പ്രതിപക്ഷം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അദ്ദേഹത്തിനൊന്ന് കണ്ടിട്ട് എന്താണ് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ, നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാളെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അയാൾ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ സംസാരിക്കാം. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ എന്താണ് ഈ പയ്യന്നൂർ മേഖലയിലെ ഈ മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? പാർട്ടിയുടെ അല്ല, നമ്മുടെ നിലപാടാണല്ലോ നമ്മളിപ്പം നടത്തിയ സമരം ഇതല്ലോ. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അയാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നതാണ്. സമയം ചോദിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ കണ്ടിട്ട് കാര്യങ്ങളിൽ അയാളെ ശ്രദ്ധപ്പെടുത്തുക. നിലവിൽ നടന്ന നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിലൊന്നും വീഴുന്നില്ല. നമ്മൾ ഇതുവരെ ചെയ്ത സമരത്തിലോ അതിലൊന്നും മാറ്റില്ല. അത് നമ്മളെ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ സമരത്തിൻ്റെ എത്തിയതെന്നുള്ള കാര്യങ്ങൾ അയാളെ ബോധ്യപ്പെടുത്താനും വേണ്ടി വന്നതാണ്. അത് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ എത്തിപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഈ നിയമനത്തിൽ ക്രമക്കേടുണ്ട് എന്നുള്ളൊരു ആരോപണം അതിലൊരു മാറ്റമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പരസ്യമായിട്ട് പ്രതിഷേധിക്കുന്നത്. ഈ വിഷയം ഇത് ഒരു ആരോടൊരു വ്യക്തിപരം തീർക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അവിടെയുള്ള ഒരു DYFI പ്രവർത്തകന് ജോലി കൊടുത്തു. അതിലുള്ള പ്രതിഷേധം. ഈ നിലവിൽ ഈ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഇല്ല. രാഘവേട്ടൻ നമ്മൾ പ്രിയപ്പെട്ട നേതാവായിരുന്നു. നമുക്ക് അതുകൊണ്ട് മറ്റൊരു വ്യക്തിപരമായൊരു വിദ്വേഷവും ഇല്ല. നമുക്ക് ഈ വിഷയത്തിൽ മാത്രം പ്രശ്നം, വേറെ പ്രശ്നമല്ല. ഓക്കെ, ബാക്കി
എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് ഈ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ള. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള നിലപാടുകൾ വ്യക്തമാക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ പയ്യന്നൂർ മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്താൻ അവർ സമയം ചോദിച്ചിട്ടുണ്ട്, സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം ഇവിടെ ഈ നിലവിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച നടത്താനായി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രോഹിണി. ശരി മിഥുൻ, മാടായി കോളേജ് വിവാദത്തിൽ MK രാഘവനെതിരെ പ്രതിഷേധം നടത്തിയവർ സസ്പെൻഷനിലായ സംഭവത്തിൽ ആ സസ്പെൻഷന് ഇരയായവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാണാനായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അവിടെ എത്തിയിരിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിലായി റോഡ് തടഞ്ഞ് വേദി കെട്ടിയ സംഭവത്തിൽ 30 പേരെ പ്രതി ചേർത്തു. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPMകാരെ പ്രതി ചേർത്തത്. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു ഒന്നാം പ്രതി, വേദി കെട്ടിയവരടക്കമുള്ളവരെയാണ് പ്രതി ചേർത്തത്. രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഈ KSRTC ബസ് കുടുങ്ങിയ സംഭവത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ കെടുകാര്യസ്ഥത ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. കാരണം ആർക്കെതിരെയും കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ CPM നേതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത്. വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിനായി റോഡ് തടഞ്ഞ് വേദി കെട്ടിയ സംഭവത്തിൽ ഇപ്പോൾ 30 പേരെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഒരു സൈൻ ബോർഡ് പോലും ഈ ഒരു വിഷയത്തിൽ വച്ചിരുന്നില്ല. ഇതിന് അനുമതിയില്ലായിരുന്നു എന്ന് കോർപ്പറേഷൻ പറയുമ്പോഴും ഇതിനെതിരെ നടപടിയെടുക്കാൻ ആദ്യ ഘട്ടങ്ങളിൽ പോലീസ് തയ്യാറായിരുന്നില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPMകാരെ പ്രതി ചേർത്തത്. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു ആണ് ഒന്നാം പ്രതി, വേദി കെട്ടിയവരടക്കമുള്ളവരെയാണ് പ്രതി ചേർത്തത്. അതുമാത്രമല്ല ദേവിക, ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ്. അവരുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടല്ല, പകരം ഭയന്നിട്ട് തന്നെയാണ്, രാഷ്ട്രീയ പാർട്ടികളെ ഭയന്നിട്ട് തന്നെയാണ് അവർ യാതൊരു നടപടിയിലേക്കും കടക്കാത്തത്. ഹൈക്കോടതി ചോദ്യങ്ങൾ സ്റ്റേഷൻ ഓഫീസറോട് ചോദിച്ചപ്പോൾ മാത്രമാണ് ഈ കേസ് എടുത്തത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. യെസ്, രശ്മി തുടരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ 30 പേരെ പ്രതി ചേർത്തിരിക്കുന്നത്, അല്ലേ? അതെ ദേവിക, ജനം TV ആണ് ഈ വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തുന്നത്, ആദ്യം ഈ വാർത്ത നൽകുന്നത്. ഏരിയ സമ്മേളനം, പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വഞ്ചിയൂരിലെ റോഡ് കയ്യേറിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു വേദി കെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതും ഹൈക്കോടതിയുടെ നിയമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ വേദി. അതും ജില്ലാ കോടതിയുടെ മുന്നിലാണ്, പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുന്നിലാണ് ഈ വേദി കെട്ടിയത്. പോലീസിന്റെ പൂർണ്ണ സംരക്ഷണയോടുകൂടിയായിരുന്നു ഈ വേദിയുടെ നിർമ്മാണം. അതുപോലെ തന്നെ ഈ പരിപാടി കഴിയുന്നത് വരെ, മാത്രമല്ല നാടകം ഉൾപ്പെടെ അരങ്ങേറി വൈകുന്നേരത്ത് സ്കൂളുകൾ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് പോകുന്നവരെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ച് മണിക്കൂറുകളോളം അവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന്റെ പൂർണ്ണ സംരക്ഷണയിലായിരുന്നു ഈ വേദി കെട്ടിയത്. പിന്നീട് ഇത് ഈ കോടതിയുടെ ലംഘനമെന്നിരിക്കെ ഇതിൽ കേസെടുക്കാനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത് വലിയ രീതിയിൽ ജനം TV അടക്കം ഇത് തുടർച്ചയായി വാർത്ത നൽകുന്നു. അതിനുശേഷമാണ് പിന്നീട് 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതും അവിടെ എത്തി, അതായത് ഏതോ 500 പേർ ആരോ വന്നു ഇത്തരത്തിൽ വേദി കെട്ടി എന്നുള്ള പേരിൽ 500 പേർക്കെതിരെയാണ് കേസെടുത്തത്. കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായൊരു വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു ഒന്നാം പ്രതിയായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സമ്മേളനം കഴിഞ്ഞ് ഇത്രത്തോളം ദിവസം എടുത്തു ഈ ഒരു കേസ് എടുക്കാൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ്. മാത്രമല്ല അവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടില്ല. മാത്രമല്ല അവിടെ MLA-മാർ വന്നിരുന്നു, അവരെ ആരെയും പ്രതി ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ 30 പേരെ പ്രതി ചേർത്തതിൽ ഉള്ളത് ആ പന്തല് കെട്ടാൻ വന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ മൈക്ക് ജോലി വന്ന ആളുകൾ. അവർക്ക് ഈ ഒരു അവരവർ ചെയ്തത് അവരുടെ ജോലി മാത്രമാണ്. പക്ഷേ അവർക്കെതിരെ കൂടിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് എന്ത് ന്യായമാണ് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. അതും പോലീസ് സ്റ്റേഷന്റെ മുന്നിലും ജില്ലാ കോടതിയുടെ മുന്നിലും രാവിലെ മുതൽ ഏതാണ്ട് വൈകുന്നേരത്ത് 7 മണിവരെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. റോഡിന്റെ ഒത്ത നടുക്ക്, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ വഞ്ചിയൂർ. അത് ജനറൽ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന പ്രധാന വഴിയാണ്. ഈ റോഡ് കയ്യേറിയാണ് വലിയൊരു സ്റ്റേജ് കെട്ടുകയും രാവിലെ മുതൽ ഏതാണ്ട് ഈ സമ്മേളനം കഴിയുന്ന രാത്രി ഏറെ വൈകി വരെയും അവിടെ
റോഡ് ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചത്. ഏതായാലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് വഞ്ചിയൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോഴും അവിടെ വന്ന CPM സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ MLA-മാരെയോ മറ്റ് പ്രമുഖരെ ഒന്നും തന്നെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പന്തൽ കെട്ടാൻ വന്ന ആളുകൾ, അതോടൊപ്പം തന്നെ അവിടെ ജോലിക്കെത്തിയ ആളുകൾ, അവരെയൊക്കെ തന്നെയാണ് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. രോഹിണി. വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിനായി റോഡ് തടഞ്ഞ് വേദി കെട്ടിയ സംഭവത്തിൽ 30 പേരെ പ്രതി ചേർത്തു. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPM-കാരെ പ്രതി ചേർത്തത്. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവാണ് ഒന്നാം പ്രതി. വേദി കെട്ടിയവരടക്കമുള്ളവരെയാണ് പ്രതി ചേർത്തത്. രശ്മി കാർത്തികയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. ദേവിക, ഈ CPM-ന് സമാനം തന്നെയാണ് CPI എന്നുമുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. CPM-ന് പിന്നാലെ CPI-യും റോഡ് കയ്യേറി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡാണ് ഇത്തരത്തിൽ കയ്യേറിയിരിക്കുന്നത്. CPI അനുകൂല സർവീസ് സംഘടനയുടെ ഭാഗമായിട്ടാണ് സമരം ഇത്തരത്തിൽ റോഡ് കയ്യേറി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സത്യാഗ്രഹമാണ് വേദി. വഞ്ചിയൂരിന് സമാനമായി തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും വേദി ഒരുക്കിയിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയമെന്ന് പറയുന്നത് വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് റോഡിന് കുറുകെ സ്റ്റേജ് കെട്ടി നടത്തിയ സമ്മേളനമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം മാത്രമാണ് പോലീസ് പോലും കേസെടുക്കാൻ തയ്യാറായത്. പക്ഷേ CPM-ന് പോലും സമാനമായ പ്രവൃത്തി തന്നെയാണ് CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവരുടെ സർവീസ് സംഘടനകളുടെ സമരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേജ് അവിടെയും ഉയർന്നിരിക്കുന്നത്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. രോഹിണി, വഞ്ചിയൂർ CPM-ന്റെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സ്റ്റേജ് കെട്ടിയതും വലിയ വിവാദമാവുകയും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിന് മുൻവശത്താണ്. ആ മുൻവശത്ത് നടപ്പാതയും റോഡും കയ്യേറിക്കൊണ്ടാണ് ഈ സർവീസ് സംഘടനയുടെ, അതായത് CPI-യുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ 2 ദിവസത്തെ രാപ്പകൽ സമരം നടക്കുന്നത്. 10-11 തീയതി, അതായത് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന രാപ്പകൽ സമരമാണ്. ആ സമരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായും കയ്യേറിയത്. അതിനകത്ത് എടുത്തു പറയേണ്ടത്, ഈ സമരത്തിന്റെ നേതാക്കൾക്ക് ഇടിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ട്, വേദി നിർമ്മിച്ചിട്ടുണ്ട്. ആ വേദി പൂർണ്ണമായും റോഡിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ യാത്രക്കാരടക്കം വന്നു പോകുന്നതാണ്. ഇവിടെ CPM-ന് പിന്നാലെ റോഡ് കയ്യേറി CPI-യും സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് കയ്യേറി CPI അനുകൂല സർവീസ് സംഘടനയുടെ സമരം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, തുടരാം. രോഹിണി, 2 ദിവസമായിട്ടുള്ള ഈ രാപ്പകൽ സമരത്തിന്റെ വേദിയാണ് ഇപ്പോൾ. ആ വേദിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റോഡ് കയ്യേറിയിരിക്കുന്നത്. റോഡ് മാത്രമല്ല, നടപ്പാത അടക്കം കയ്യേറിക്കൊണ്ടാണ് ഈ ജോയിന്റ് കൗൺസിലിന്റെ സമരം നടക്കുന്നത്, സത്യാഗ്രഹം നടക്കുന്നത്. ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന നേതാക്കളടക്കം വേദിയിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ജയചന്ദ്രൻ കല്ലിങ്കൽ അടക്കമുള്ളവർ ഈ വേദിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ ഇരിക്കുന്ന വേദി, അതായത് ഈ നേതാക്കളെല്ലാം ഇരിക്കുന്ന വേദി പോലും റോഡിന് പുറത്തേക്ക് സ്റ്റേജായി കെട്ടിവെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 2 ദിവസത്തെ രാപ്പകൽ സമരമാണ്, ഇന്നലെയും ഇന്നുമായി നടക്കുന്ന രാപ്പകൽ സമരമാണ്. ആ സമരത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ റോഡ് കയ്യേറിയിരിക്കുന്നത്. നമുക്കറിയാം, മഞ്ചൂരിലെ സംഭവം അറിയാം. മഞ്ചൂരിൽ CPM-ന്റെ ഏരിയ സമ്മേളനത്തിന് വേണ്ടി റോഡ് കയ്യേറിയതും അതുണ്ടാക്കിയ വിവാദങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നടക്കം പരാമർശങ്ങൾ ഉണ്ടാകുകയും വഞ്ചൂർ SHO അടക്കം വിളിക്കുന്ന നടപടിയിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഒട്ടേറെ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു സാഹചര്യമാണ് CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സർവീസ് സംഘടനയുടെ രാപ്പകൽ സമരമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തുന്ന രാപ്പകൽ സമരമാണ്. ഇന്നലെ വലിയ തിരക്കായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്. ജനങ്ങൾ, ഒരുപാട് പേർ, പ്രവർത്തകർ വന്നതോടെ ഗതാഗതമടക്കം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെയും ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യമാണ്. നമുക്കറിയാം, ഈ പ്രഭാത സമയം എന്ന് പറയുന്നത് നിരവധി യാത്രക്കാർ പോകുന്നതാണ്, മറ്റ് ഉദ്യോഗസ്ഥരടക്കം പല സ്ഥലങ്ങളിലേക്ക് വന്നു പോകുന്നതാണ്. അങ്ങനെ ഉള്ള സ്ഥലത്തേക്ക് റോഡ് കയ്യേറിക്കൊണ്ടൊരു സമരത്തിന് വേദി ഒരുക്കുന്നതോടുകൂടി ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് വളരെ വലുതായി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പലരും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഈ അധികൃതരുടെ ഭാഗത്തുള്ളത്. നമുക്കറിയാം, ഈ പല കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വാർത്തകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളടക്കം വരുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അവർ അവസരം തരാറില്ല. മാധ്യമങ്ങളുടെ വണ്ടിക്കടക്കം പെറ്റി അടിക്കുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ട്രാഫിക് നിയന്ത്രണമുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ്. നമുക്കറിയാം, ഈ വാഹനങ്ങളെല്ലാം റോഡിൽ തന്നെ നിർത്തിയിട്ട് ആളിനെ ഇറക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
വാഹനം നിർത്തിയിട്ടാൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ആളുകൾ ക്രോസ് ചെയ്ത് പോകുന്നതെല്ലാം വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഈ നടപടിയിലൂടെ നമുക്കിത് ഇതിന് അനുമതി എങ്ങനെ ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പം അനുമതി നൽകിയടക്കമുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിൽ റോഡ് കയ്യേറിക്കൊണ്ട് ഈ സ്റ്റേജ് നിർമ്മിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി എങ്ങനെ നൽകി, അനുമതി എങ്ങനെ ലഭിച്ചു എന്നടക്കമാണ് ഇപ്പോൾ ചോദ്യമായി നിൽക്കുന്നത്. എന്തായാലും ഒരു 100 മീറ്ററോളം നീളത്തിലാണ് ഇത്തരത്തിൽ വേദി ഒരുക്കിയിരിക്കുന്നത്. വേദിയും അതുപോലെ തന്നെ ഇരിപ്പിടങ്ങളടക്കം ഒരുക്കിയിരിക്കുന്നത്. സർവീസ് സംഘടനയായ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരമാണ് ഈ വേദി എന്ന് പറയുന്നത്. അവിടെയാണ് സംസ്ഥാന നേതാക്കൾ അടക്കം ഉണ്ട്. കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന വേദിയാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ ഈ വേദി റോഡ് കയ്യേറിക്കൊണ്ട് നടപ്പാത അടക്കം കയ്യേറിക്കൊണ്ട് ഒരു ജനദ്രോഹം പരമായൊരു നടപടിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു സമീപനം ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ട്. നടന്നു പോകാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നടന്നു പോകണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് MG റോഡിന് മുന്നോട്ട് നടന്നു പോകണമെങ്കിൽ റോഡിലൂടെ നടന്നു പോകേണ്ട ഒരവസ്ഥയാണ്. വാഹനങ്ങൾ വലിയ തോതിൽ വരികയും ചെയ്യുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. ട്രാഫിക് ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാപ്പകൽ സമരത്തിന് ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരവേദിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CPM-ന് സമാനമായി CPI-യും റോഡ് കയ്യേറി ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരവേദി നിർമ്മിച്ചിരിക്കുകയാണ്. വലിയ ജനത്തിരക്കുള്ള നഗരഹൃദയ ഭാഗത്താണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു വേദി മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. സാധാരണക്കാർ നടന്നു പോകുന്നവർ എത്ര ബുദ്ധിമുട്ടിയാണ് ജനത്തിരക്കിനിടയിലൂടെ വാഹനത്തിരക്കിനിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്നുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി രോഹിണി, നമുക്ക് അന്തർദേശീയ വാർത്തകളിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. സിറിയയിൽ വ്യാപകമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. അൽ ബൈദ, ലറ്റക്കിയ തുറമുഖങ്ങളിൽ ഉണ്ടായിരുന്ന 15ഓളം സിറിയൻ കപ്പലുകൾ തകർത്തു. ബഷാർ അൽ അസദിന്റെ വീഴ്ചയെ തുടർന്ന് 320 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. രാസായുധ നിർമ്മാണ കേന്ദ്രം ഉൾപ്പെടെ തകർത്തുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 70% അസദിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. 350 വ്യോമാക്രമണങ്ങൾ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും നടത്തിയതായും സിറിയ അറിയിക്കുന്നുണ്ട്. ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, വലിയൊരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ദേവിക, ശക്തമായൊരു ആക്രമണമാണ് നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽ ബൈദ, ലത്താക്കിയ തുറമുഖങ്ങളിൽ 15ഓളം കപ്പലുകളാണ് തകർന്നത് എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ബഷാർ അൽ അസദിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങളിൽ തുറമുഖങ്ങളിൽ അതിശക്തമായ രീതിയിൽ സൈനിക വിന്യാസത്തിനുള്ള നാവികസേനയെ വിന്യസിച്ചിട്ടുള്ള അതിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മേഖലയിലാണ് അതിശക്തമായൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ നിരവധിയായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ സംഭവ വികാസം ഉണ്ടാകുന്ന, അതായത് ബഷാർ അൽ അസദ് അവിടെ നിന്ന് രാഷ്ട്രീയ അഭയത്തിനായി റഷ്യയിലേക്ക് പോയ അതേ സാഹചര്യത്തിൽ തന്നെ ശക്തമായൊരു ആക്രമണം നടന്നിരുന്നു. ഗോലാൻ കുന്നുകളിലെ അതിർത്തി പ്രദേശത്തെ ബഫർ സോണിൽ പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കഴിഞ്ഞ 3 ദിവസമായി രാസായുധ നിർമ്മാണ ഫാക്ടറികളെല്ലാം തന്നെ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ആ ആക്രമണങ്ങളുടെ എല്ലാം ഒരു ഡാറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 380ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 15ഓളം കപ്പലുകൾ തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങൾ, അതായത് നിരവധിയായ ആയുധ ശേഖരങ്ങളുണ്ടായിരുന്നു. അത് രാസായുധങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി വൻതോതിലുള്ള ആയുധ ശേഖരം വൻതോതിൽ തകർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണം ആയുധ ശേഖരപ്പുരകളിലും അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലും രാസായുധ നിർമ്മാണ ഫാക്ടറികളിലും നടന്നുവെന്ന് ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. ഇന്നലെ രാസായുധ കേന്ദ്രങ്ങൾ കൃത്യമായി കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടന്നത്. ഡമാസ്കസിലേക്ക് ഈ ഹയാത്ത് തെഹ്രീർ അൽ ഷം എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സംഘടന നയിക്കുന്ന ഭീകരരുടെ വിമത സ്വഭാവത്തിലുള്ള ഭീകരരുടെ കൃത്യമായൊരു മുന്നേറ്റം നടന്നൊരു പശ്ചാത്തലം കൂടി നടന്നതിന് പിന്നാലെയാണ് ശക്തമായൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. സമാനമായൊരു ആക്രമണം കിഴക്കൻ ഇസ്രായേലിലെ, അതായത്
കിഴക്കൻ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളുണ്ട്, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ മെഡിറ്ററേനിയനിലും ചില സംവിധാനങ്ങളുണ്ട്. മെഡിറ്ററേനിയൻ കടലിലുള്ള നാവിക വ്യോമ താവളങ്ങളും സംവിധാനങ്ങളും പടക്കപ്പലുകളും എല്ലാം തന്നെ ഉണ്ട്. ഈ കപ്പലുകളുടെ എല്ലാം തന്നെ സിഗ്നൽ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് അതിശക്തമായ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ആക്രമണം സിറിയയിൽ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ട്രാറ്റോട്ട് ഓഫ് വിമാനങ്ങളെല്ലാം തന്നെ വൻതോതിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള വിമാനങ്ങളെല്ലാം തന്നെ പലതവണ സിറിയയ്ക്ക് മുകളിലൂടെ പറന്നു ആക്രമണം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു സാധാരണക്കാരുടെ സിവിലിയൻ കാഷ്വാലിറ്റീസ് പരമാവധി കുറച്ചുകൊണ്ടുള്ള കഠിനമായ ഒരു ആക്രമണം നടത്തുക എന്ന നീക്കം തന്നെയാണ് അമേരിക്കയും പിന്തുടരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സിറിയയുടെ ആ ഒരു അധികാര സ്ഥാനങ്ങളിലെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തിട്ടിരിക്കുകയാണ്. അത് തകർക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ആ സംഘടന, നേരത്തെ നമുക്കറിയാവുന്നതാണ്, അൽ ഖൈദയും അതുപോലെ തന്നെ IS-മായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സംഘടനയായതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ നീക്കത്തിലേക്ക് അവരെ നയിച്ചത് എങ്കിൽ കൂടി ഈ IS-ൻ്റെ അതേ സ്വഭാവത്തിൽ വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ലോകം മുഴുവൻ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ആക്രമണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയ അഭയം നൽകിയ റഷ്യ ഇക്കാര്യത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നതും ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. യെസ്, അത് തന്നെയാണ്. ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ സിറിയയിൽ നടത്തിയിരിക്കുന്നത്. 320-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിശദ വിവരങ്ങൾ നൽകിയത്. രോഹിണി, ഇന്നൊരു സമഗ്രമായ വാർത്താ ദിനമായിരുന്നു അല്ലേ? ഗുരുവായൂർ ഏകാദശി വാർത്തകളാണ് കൂടുതലും നമ്മളെടുത്തത്. നമുക്കറിയാം, നമ്മുടെ പ്രേക്ഷകരെല്ലാം വന്ന് നമുക്കെല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകളെല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മളും ജനം TV-യും ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ഗുരുവായൂർ ഏകാദശിയുടെ വാർത്തകൾ വരാനിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ആനന്ദ് പുത്തൂർ അവിടെ നിന്നുള്ള വിശദ വിവരങ്ങളും ദൃശ്യങ്ങളുമായി എല്ലാം ചേരും. പക്ഷെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏകാദശി വളരെ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ. നമസ്തേ. Thank you.